കുരിശിലെത്തിയതിന്റെ 3-ാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും വ്യത്യസ്ത തീയതികളിലാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ചില പാരമ്പര്യങ്ങളും ആളുകൾ പിന്തുടരുന്നു. ഈസ്റ്റർ മുട്ടകൾ, ഈസ്റ്റർ മുയലുകൾ, ചോക്ലേറ്റുകൾ എന്നിവ അതിൽ ചിലതാണ്. ഈസ്റ്റർ ദിനത്തിൽ പലരും മുട്ടയുടെ രൂപത്തിൽ സമ്മാനങ്ങൾ നൽകുന്നു. മാത്രമല്ല, മുട്ടകൾ അലങ്കരിച്ച് സമ്മാനങ്ങൾ നൽകുന്ന ഒരു പാരമ്പര്യമുണ്ട്. പല നാടുകളിൽ പല വിശ്വാസമാണ് ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ടുള്ളത്. ഈസ്റ്റർ ബണ്ണി എന്ന മുയലുകളാണ് ഈ മുട്ട കൊണ്ടുവരുന്നതെന്നാണ് അമേരിക്കയിലും കാനഡയിലും കുട്ടികൾക്കിടയിലെ പ്രചാരണം. ഈസ്റ്റർ ബണ്ണിയുടെ കഥ പുറജാതീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിൽ സാധാരണമായി തീർന്നതായാണ് കരുതുന്നത്. ഒരു മുയൽ ഈസ്റ്ററിന്റെ മുഖമായത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ചരിത്രപരമായ രേഖകളൊന്നും ഇല്ലെങ്കിലും ഏറ്റവും വ്യക്തമായ ബന്ധം കലണ്ടർ ആയിരിക്കാം. വസന്തകാലത്താണ് ഈസ്റ്റർ വരുന്നത്. മുയലുകൾ സാധാരണയായി ഒരേ സമയം നിരവധി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇത് പുതിയ ജീവിതത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 1700-കളിൽ ജർമ്മനിയിൽ കുട്ടികൾ ഈസ്റ്റർ ബണ്ണിക്കായി കൂടുണ്ടാക്കുകയും ക്യാരറ്റ് ഒരുക്കുകയും ചെയ്യുമായിരുന്നു. നല്ല കുട്ടികൾക്കായി ഈസ്റ്റർ ബണ്ണി മുട്ടയിടുകയും അലങ്കരിക്കുകയും മറയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു ഐതിഹ്യം. ഈസ്റ്റർ ബണ്ണിയുടെ യഥാർത്ഥ ഉത്ഭവം ഒരിക്കലും പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അവ ഈസ്റ്റർ അവധിക്കാലത്തെ വളരെ പ്രിയപ്പെട്ട പാരമ്പര്യമായി തുടരുന്നു. ക്രിസ്മസിന് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റാക്ലോസ് ഉത്തരധ്രുവത്തിലാണ് താമസിക്കുന്നതെന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. എന്നാൽ ഈസ്റ്റർ ബണ്ണിയുടെ തമാശ സ്ഥലം നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു. പസഫിക്കിലെ വിദൂര പോളിനേഷ്യൻ ദ്വീപായ ഈസ്റ്റർ ദ്വീപിലാണ് ഈസ്റ്റർ ബണ്ണി താമസിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. ലോകമെമ്പാടും സമ്മാനങ്ങളും മിഠായികളും വിതരണം ചെയ്യുന്നതിനായി ഈസ്റ്റർ ദ്വീപിൽ നിന്നും ഈസ്റ്റർ ബണ്ണി പുറപ്പെടുന്നതായാണ് പ്രചരിക്കുന്ന കഥ.